ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാണ് പറ്റുന്നത്? ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാണ് പറ്റുന്നത്? പ്രകൃതിയെയും ഓരോ രാജ്യത്തിൻ്റെയും വൈവിധ്യങ്ങളുടെ ചുറ്റുപാടുകളെയും അതുപോലെയുള്ള സംഗതികളെയും ഒക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്തു കൊണ്ടുവന്ന് കാണിക്കുന്നതൊക്കെ വാഴക്കയാണോ വെണ്ടക്കയാണോ? ഇതാണ് ചോദ്യം. അപ്പം സന്തോഷ് ജോർജ് കുളങ്ങര ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ വാഴയ്ക്കും വെണ്ടക്കയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇയാൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ആൾ ഒന്നുകൂടി വിശദമായിട്ട് അത് പറഞ്ഞു തരാണ്. എന്താണ് ഭൂമിയിൽ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള സകല സാധനങ്ങളും. ഉദാഹരണമായിട്ട് താങ്കൾ ഈ ആസ്വദിക്കുന്ന എത്ര ശതമാനം വിഭവങ്ങൾ താങ്കൾ ഉണ്ടാക്കിയതുണ്ട്? ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ശ്വാസം ആരുണ്ടാക്കിയതാണ്? കുടിക്കുന്ന വെള്ളം ആരുണ്ടാക്കിയതാണ്? നടക്കുന്ന മണ്ണ് ആര് സൃഷ്ടിച്ചതാണ്? അതിനുള്ളിൽ കാണുന്ന പ്രകൃതിയുടെ ജൈവഘടനകൾ അത് ആര് സൃഷ്ടിച്ചതാണ്? താങ്കൾ ശ്വസിക്കുന്നത് വാഴയ്ക്കാണോ? അല്ലെങ്കിൽ കുളിക്കുന്നതും കുടിക്കുന്നതും വാഴക്കയിലാണോ? അങ്ങ് പടിഞ്ഞാറേ തീരത്തി എന്ന് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ തിരയടിച്ച് പൊന്തി വരുന്നത് വാഴയ്ക്കാണോ? അല്ലല്ലോ. ഇസ്ലാമിൽ ദൈവത്തിന്റെ തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ മാത്രമാണ്. പിന്നെ ഇസ്ലാമിന്റെ തള്ളു, ഖുർആനിലെ തള്ളു, മുഹമ്മദ് നബിയുടെ തള്ളു. എങ്ങനെയാണ് ഇസ്ലാം ദൈവത്തെ സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് ദൈവം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു ആരാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹു ആരാണ് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ഇല്ല. കുറച്ച് കാര്യങ്ങൾ പറയും. എന്ത്? അവൻ ഏകനാണ്, അവന് മുമ്പൊന്നുമില്ല, പിന്നൊന്നുമില്ല, അവന് ശേഷമില്ല, അവന് സമമായി ഒന്നുമില്ല, അതേപോലെ തന്നെ അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ, ചില വിശേഷണങ്ങൾ അങ്ങോട്ട് പറയും. എന്നിട്ട് അത് മനസ്സിലായി ആരാണ് ആള്, ആരാണ് അയാൾ എന്ന് ചോദിച്ചാൽ പറയും, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചങ്ങളൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരാളില്ലേ, അറിയില്ല. ഉണ്ടോന്നറിയില്ല. ഉണ്ടോ? ഉണ്ട്. അയാളാണ് അയാൾ. ആര്? അള്ളാഹു. കാഴ്ചകൾക്ക് പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ശക്തിക്ക് അള്ളാഹ് എന്ന് പേര് വിളിക്കുകയും ചെയ്യുക എന്ന ഒരു റിവേഴ്സ് ഡെഫിനിഷനാണ് ഇസ്ലാമിലെ ദൈവത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചോദ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വിശ്വാസികൾ ആര് ഇറങ്ങി പുറപ്പെട്ടാലും അവരൊക്കെ പറയാൻ പോകുന്ന ഉദാഹരണങ്ങൾ ഇതിന് സമാനമായിരിക്കും. എന്ത്? അവിടെ നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയപ്പം അവിടെ കാഴ്ച കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ കാനഡയിൽ പോയപ്പോൾ കാഴ്ച കണ്ടില്ലേ? അവിടെ നിങ്ങൾ ഫ്രാൻസിൽ പോയപ്പോൾ കാഴ്ച കണ്ടില്ലേ? ആ കണ്ട കാഴ്ചകളൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരാളില്ലേ, അയാളാണ് അള്ളാഹ്. അപ്പൊ ഇതൊക്കെ അള്ളാഹ്ക്ക് ഇവിടെ ഭൂമിയിൽ ചെയ്തതാണ്. അപ്പൊ ഭൂമിയിൽ അള്ളാഹ്ക്ക് പലതും ചെയ്യാൻ കഴിയും, ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടില് ചെറിയ പ്രായത്തിൽ നമ്മൾ പക്ക മലപ്പുറം സ്ലാഗിൽ സംസാരിക്കുന്ന ആളുകൾ പണ്ടൊക്കെ ഴ എന്നുള്ളതിന് പലപ്പോഴും ജ എന്നാണ് പറയാ. എന്നെ കൊണ്ടത് കജ്ജും ചെജ്ജും, ഞാനത് ചെജ്ജും ചെജ്ജും എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, വളരെ തമാശയായിട്ട് നമ്മൾ പറയണത്. എന്നതുപോലെ അള്ളാഹിനെ കൊണ്ട് സ്വർഗത്തിലും പരലോകത്തും മാത്രമല്ല, അള്ളാഹിനെ കൊണ്ട് ഭൂമി തന്നെ പലതും ചെജ്ജാൻ കജ്ജും, അള്ളാഹ് പലതും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹ്. അതിന്റെ പിന്നിലൊക്കെ ഉള്ള ആളാരാ? അള്ളാഹ്. പിന്നെ ഒന്നും പറയല്ല. അപ്പൊ ഇതിന് പിന്നിലൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ ശക്തിയുടെ പേരാണ് അള്ളാഹ്. എന്നാൽ ഇസ്ലാമിലേക്ക് അങ്ങ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആ ശക്തി എന്നും വിചാരിച്ചിട്ട് ചെന്ന് ആ ശക്തിനെ വേണമെങ്കിൽ അള്ളാഹ് എന്ന് വിളിച്ചിട്ട് അകത്ത് ചെന്നാലോ ആ സംഗതി ആ ശക്തിമ നിൽക്കുവോ? ഇല്ല. പിന്നെ ആ ശക്തിയുടെ കുറേ നിബന്ധനകൾ വരും. ആ ശക്തിയുടേതല്ലാത്ത, നമുക്ക് ആ ശക്തിക്ക് യോജിക്കാത്തതെന്ന് തോന്നുന്ന പല സംഭവങ്ങൾ കാണും, നിയമങ്ങൾ കാണും. അപ്പൊ ഇങ്ങനെ ഒരു ഹലാക്കിലെ അവസ്ഥയാണ് ഇസ്ലാമിലെ ദൈവവിശ്വാസം. പറഞ്ഞു വന്നത്, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള സകലമായ കാഴ്ചകളുമാണ് ഭൂമിയിൽ ദൈവം ഉണ്ടാക്കിയത്. സന്തോഷ് ജോർജ് കുളങ്ങര ചോദിച്ചത് എന്താണ്, സന്തോഷ് പറഞ്ഞത് എന്താണ് എന്നതൊക്കെ നമ്മൾ ഇന്ന് കുറച്ച് വിശദമായിട്ട് തന്നെ നോക്കും. ഷജീർ പുളിക്കലിന്റെ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാണ് പറ്റുന്നത്? താങ്കൾ പറയുന്നത് ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത ആ ദൈവത്തെ പറ്റിയാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറയട്ടെ, ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന ദൈവത്തെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ ദൈവം എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെട്ട ദൈവമാണ്. ആ ദൈവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ പലതും കജ്ജും, പുള്ളി അത് ചെജ്ജും ചെയ്യും. ഇതാണ് അവസ്ഥ. ഭൂമിയിൽ പലതും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഭൂമിയിൽ പലതും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നേരത്തെ അനിൽ മുഹമ്മദ് പറഞ്ഞ ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, ഇത്തരം ചെറിയ സിമ്പിളായിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് പുറത്ത് അതൊക്കെ അനിൽ മുഹമ്മദ് പറഞ്ഞല്ലോ. ഷജീർ പുളിക്കൽ പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഭൂമിയിൽ അള്ളാഹു ചെയ്തു വെച്ചതിനെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഒരു സമാനത എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 3/4 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ നിന്ന്, ഒരു ഇന്റർവ്യൂവിൽ നിന്ന് സന്തോഷ് ജോർജ് കുളങ്ങരക്ക് മറുപടിയായിട്ട് വന്ന സകലം ഇസ്ലാം മത വിശ്വാസികളും അടർത്തിയെടുത്തുള്ള ഒരു ഭാഗം ഇതാണ്. എന്ത്? ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് അല്ലെങ്കിൽ മതത്തിന്, ഇസ്ലാമിൽ അള്ളാഹുവിനെ ഒന്നും സന്തോഷം പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാണ് എന്നാണ് അത് ചോദിച്ചത്. ആ ചോദ്യം മാത്രമാണ് എല്ലാവരും അടർത്തിയെടുത്തത്. ഇവിടെ ഷജീറും അടർത്തിയെടുത്തത്, അനിൽ മുഹമ്മദ് അടർത്തിയെടുത്ത അതേ 10 സെക്കൻഡാണ്.
ഇതേ 10-15 സെക്കൻഡ് തന്നെയാണ് ഈ വീഡിയോയ്ക്ക് മറുപടി പറയാൻ വന്ന സകല മൂല്യന്മാരും അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്ന, ഇസ്ലാമിന് വേണ്ടി പോരാടുന്ന സകല പോരാളികളും എടുത്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിൻ്റെ കാരണം എന്താണെന്നും ഇസ്ലാമിന് മാത്രം എന്താണ് ഇത്ര പൊള്ളാന് എന്നൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പറഞ്ഞു വന്നത് ഷജീർ ഇതേ കാര്യം തന്നെയാണ് അടർത്തിയെടുത്ത് വന്നത്. എല്ലാവർക്കും കിട്ടിയത് ഒരേ ചെറിയ പീസാണ്. ആ ചെറിയ പീസിൻ്റെ കാരണം അത് ഇസ്ലാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഇത് പറയുമ്പോൾ ഇവർ പറയുക, ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പറയുക, മനുഷ്യൻ്റെ സകല ജീവിതത്തിൻ്റെ സകല മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഉത്തമമായ ജീവിത പദ്ധതിയാണ്, അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ്, അതൊരു ആത്മീയ പദ്ധതിയാണ്, അതൊരു കുടുംബ വിഷയങ്ങളാണ്, വ്യക്തിജീവിതമാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വാക്ക് അള്ളാഹു അലം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അറിഞ്ഞൂടാ എന്നാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയുള്ളൂ. എന്താണ് നന്മ തിന്മ? ആ അള്ളാഹിനോട് ചോദിക്കണം. അള്ള പറഞ്ഞു തന്നത് നന്മ, അള്ള ചെയ്യേണ്ടെന്ന് പറഞ്ഞത് തിന്മ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായം ഉണ്ട് എന്ന് പറയുകയും അതിലേറ്റവും മികച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭൗതികമായ ഒരു കാര്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി മനുഷ്യർക്ക് മനസ്സിലാവുന്ന, മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യനെ ബോധ്യപ്പെടുന്ന തരത്തിൽ കൊടുക്കാൻ കഴിയില്ല. അതിന് പകരം ഇതൊക്കെ അള്ളാഹിന്റെ മേലിലേക്ക് ചാരി വെക്കുകയാണ് ചെയ്യുക. ഈ അള്ളയാണെങ്കിലോ അദൃശ്യനാണ്. ആകെ അള്ളാഹിനെ കണ്ട ആള് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി എവിടെ നിന്നായിരിക്കും അള്ളാഹിനെ കണ്ടിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കഥ. പിന്നെ ഇസ്ലാമിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മളോട് ആദ്യം ചോദിക്കുക, അനക്ക് മരിച്ചു പോകേണ്ട ചെങ്ങായി എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കൂലേ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാം. അപ്പൊ ഇസ്ലാമിൽ ഈ എല്ലാ ഭാഗവും ചൂഴ്ന്നു നിൽക്കുമെന്ന് പറയുകയും ചെയ്യും. എന്തെങ്കിലും ചോദിച്ചാൽ അതൊക്കെ മരിച്ചതിന് ശേഷമുള്ള കാലത്തേക്ക് ഇവർ നീക്കി വെക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെ ഒരു രീതി. അതുകൊണ്ടാണ് മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ആരെങ്കിലും സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് മാത്രം പ്രത്യേകമായ തരം ഹാലിളക്കം ഉണ്ടാകുന്നതും മറുപടിയുമായിട്ട് പലരും ഓടി നടക്കുന്നതും. അതുകൊണ്ടാണ്. ഇനി പിന്നെ സ്വർഗം എന്നോ പഴം എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിന് പ്രത്യേകമായിട്ട് കൊള്ളും. അത് നമുക്ക് പിന്നെ വിശദമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. കാരണം സ്വർഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ പഴമാണ്. ഇവിടെ ആരോ ദ്വയാർത്ഥത്തിലുള്ള പഴത്തെക്കുറിച്ച് ഉദ്ദേശിച്ചു, ഞാനതല്ല പറഞ്ഞത്. പഴങ്ങൾ തന്നെയാണ് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന്. കാരണം മരുഭൂമിയിലുള്ള മനുഷ്യരോടാണ് അന്ന് പഴങ്ങളെക്കുറിച്ചും പൂന്തോട്ടത്തെക്കുറിച്ചും പതുപതുത്ത മെത്തയെക്കുറിച്ചും അരുവികളെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പഴം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളിവിടുത്തെ പല മൂല്യന്മാരും വയലു പറയുമ്പം സ്വർഗത്തിൽ 2-3 കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതോ മൂന്നാമതായിട്ട് പറയുന്ന കാര്യമാണ് പഴം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവർക്ക് വല്ലാണ്ട് വേദനിച്ചിട്ടുള്ളത്. അവരുടെ വേദനകൾ നമ്മൾ മനസ്സിലാക്കുന്നു. അവർ ഹൃദയം കൊണ്ട് നമ്മൾ അവരോട് ഒപ്പം നിൽക്കുന്നു, നമ്മൾ അവരോട് സഹതപിക്കുന്നു. പക്ഷെ എന്താ ചെയ്യുക, പറയാനുള്ളത് പറയാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് ഷജീറിലേക്ക് വരാം. അപ്പം ഷജീർ വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, അള്ള ചെയ്ത പഴങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ശാസ്ത്രീയമായ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1-2 ഉദാഹരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഷജീർ പുളിക്കലിൻ്റെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഷജീറെ, നിങ്ങളെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്, മുത്ത് മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞത്, അല്ല അതിനുള്ള തെളിവ്, റിസാലത്തിൻ്റെ തെളിവായിട്ട് ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ പോയിട്ട് നാളെ എത്രയായി, നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അതുമായിട്ട് വരും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പം ഷജീർ പുളിക്കലും അനിൽ മുഹമ്മദും ഒരു ഇടവേളയ്ക്ക് ശേഷം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ ഒരു വാക്കും പിടിച്ചുകൊണ്ട് വന്നുള്ളത്. എന്തായാലും നിങ്ങൾ വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ആദ്യം പരിഗണിക്കാൻ തീരുമാനിച്ചത്. അപ്പം ഇനി ഷജീർ ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത ആളൊന്നല്ല ഞങ്ങളെ ദൈവം, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഭൂമിയിൽ പലതും ചെയ്ത ആളാണ്. അതിൻ്റെ ചില തെളിവുകൾ തരും. ഈ ഭൂമിക്ക് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് 1600 കിലോമീറ്റർ വേഗതയിലാണ് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1600 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും നമുക്കുള്ളത്. ഇപ്പോൾ ഭൂമിയുടെ കറക്കം മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിലായിരുന്നുവെങ്കിൽ നമുക്ക് 24 മണിക്കൂർ പകലും 24 മണിക്കൂർ രാത്രിയും ആകുമായിരുന്നു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ എന്ന് പറയുന്ന മനുഷ്യനിക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. ഇത് നേരെ തിരിച്ച് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായോ? ഭൂമിയുടെ കറക്കം, അച്ചുതണ്ടിലുള്ള ഭൂമിയുടെ കറക്കം അല്ലെങ്കിൽ ഭൂമിയുടെ റൊട്ടേഷൻ്റെ സ്പീഡ്, ഇത് ഒന്ന് അങ്ങോട്ടോ, പപ്പു പറഞ്ഞ മാതിരി ഒന്ന് ഇങ്ങോട്ടോ ആണെങ്കിൽ നമ്മൾ ഇഞ്ചിനും തവിട് പൊടിയെന്നാണ് ഇപ്പോൾ ഇവിടെ ഷജീർ പുളിക്കൽ പറയുന്നത്. അപ്പം ഇത് ഈ കൃത്യമായ സ്പീഡിൽ സംവിധാനിച്ച് വെച്ച ആളാരാണ്? അള്ളയാണ്. മനസ്സിലായി? ഇനി കുറച്ചുകൂടി വിശാലമായി നിങ്ങൾ ഭൂമി വന്ന് വിട്ടുപിടിക്കി, നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ടൊരു മറുപടി തരും. അതുപോലെ തന്നെ ഭൂമി സൂര്യനെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിലാണല്ലോ. ആ വേഗതയുടെ സ്പീഡ് അല്പം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വർഷം 365 നിൽക്കില്ല, അതിന്റെ മുകളിൽ പോകും. അല്പം കുറഞ്ഞു കഴിഞ്ഞാലും വർഷം താന്നു വരും എന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഇവിടെയുള്ള ജീവനെ, ഇവിടെയുള്ള നമ്മുടെ അതിജീവനത്തെ ബാധിക്കും. നമുക്കൊന്നും ഇവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കൃത്യമായിക്കൊണ്ട് തന്നെ ആ സൃഷ്ടാവ് ഭൂമിയുടെ ആ വലയം വക്കലിലുള്ള സ്പീഡിലും കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഭൂമിയുടെ
ഭ്രമണത്തിൽ, ഭൂമിയുടെ കറക്കത്തിൽ, ഭൂമി സൂര്യനെ ചുറ്റുന്നതിൽ, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നതിലൊക്കെ അള്ളാഹു ഇടപെട്ടിട്ടുണ്ട്. അത്തരം അളവുകളും തൂക്കങ്ങളും ഒക്കെ കൃത്യമായതുകൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ സംവിധാനിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നേരെ തിരിച്ച് എങ്ങനെയാണ് ജീവൻ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളും ഇതിൻ്റെ സാഹചര്യങ്ങളും ഇതിൻ്റെ ഈ അളവുകളും ഒക്കെ വിശദമായി ഒന്ന് പരിശോധിച്ചാൽ ഏതാൾക്കാർക്കും മനസ്സിലാവും. ഷജീർ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സാണ് കാര്യങ്ങൾ. ഇവിടെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ജീവൻ ഉടലെടുക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. ഇനി ഈ സാഹചര്യം മാറുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ജീവൻ ഇല്ലാതായേക്കാം, ഭൂമി തകർന്നേക്കാം, നശിച്ചേക്കാം. ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം. അതിന് പകരം ഷജീർ പുളിക്കൽ പറയണത് ഇതിങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ചിട്ടുള്ള ആള് അള്ളാഹുവാണ് എന്നാണ്. അള്ളാഹ്ക്ക് ചെറിയ കിറുക്കൊന്നല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിടത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പവും പോട്ടെ സൗരയൂഥത്തിൻ്റെ സംവിധാനവും വലിപ്പവും അതിനകത്തുള്ള ഗ്രഹങ്ങളും സംവിധാനങ്ങളും അതിൽ ഈ ഒരു പർട്ടിക്കുലർ ഭൂമിയിൽ മാത്രം ജീവൻ, ഇത് നിലനിർത്താൻ വേണ്ടി മാത്രം അള്ളാഹുവിന് ഇത്രയും ബാക്കി 8 ഗ്രഹങ്ങളും കൂടി 7 ഗ്രഹങ്ങളും കൂടെ കറക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതിങ്ങനെയൊക്കെ സംവിധാനിക്കാനാണ് എന്നാണെങ്കിൽ അള്ളാഹുവിന് പല സംവിധാനങ്ങളും ചെയ്താലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊരു കഴിവുകേട് അവിടെ പുറത്തു വരും. ഇനി ഇങ്ങനെ പ്രപഞ്ച പ്രതിഭാസങ്ങളും പ്രകൃതിക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തുള്ള ശക്തിയിലേക്കൊക്കെ ഒളിച്ചു നിന്ന് അള്ളാഹുവിനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര സാമൂഹികവും രാഷ്ട്രീയവുമായ മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിയാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത്. ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് അതിൽ ഇടപെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നിന്നാണ് സ്വർഗത്തിലെ വലിയ പിന്നെ മുകളിൽ നിന്ന് നിലത്ത് വരെ മുട്ടി നിൽക്കുന്ന തിങ്ങി നിൽക്കുന്ന പഴം ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒരു പീസ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇനി നമ്മൾ എന്താണ് പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് എന്ന് വിശദമായിട്ട് കേൾക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഷജീർ പുളിക്കൽ 1-2 ചെറിയ വാദങ്ങൾ കൂടി മുന്നോട്ട് വെക്കും. അത് നമ്മളിപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്, നമുക്കത് പിന്നീട് ആവശ്യം വരും. സൃഷ്ടാവ് ഭൂമിയിൽ ഇടപെട്ടത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് സന്തോഷ് കുളങ്ങര സാറേ താങ്കൾ പലതും കണ്ടില്ല എന്ന് നടിക്കുന്നത്? എന്തിനാണ് താങ്കൾ ഒരു അന്ധനായി മാറുന്നത്? എന്തിനാണ് നാസ്തികരെ പോലെ ഒരു അന്ധനായിട്ട് മാറുന്നത്? ഇതിങ്ങനെയൊക്കെ സംവിധാനിച്ചത് കൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത്. ഇതിവിടെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ജീവൻ ഉടലെടുത്തതും നിലനിൽക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവിടെ ഒന്നും ഈ പറയപ്പെടുന്ന ഒരു ദൈവം ഭൂമിയിൽ വാഴയ്ക്ക ഉണ്ടാക്കിയതിൻ്റെ തെളിവായിട്ട് ഇതിനെ പരിഗണിക്കാൻ തൽക്കാലം നിർവാഹമില്ല എന്നാണ് ഷജീറിനോട് പറയാനുള്ളത്. എന്തിനാണ് ഇവിടെയുള്ള നാസ്തികരെ പോലെയുള്ള ഒരു കണ്ണുപൊട്ടനായിക്കൊണ്ട് എന്തിനാണ് താങ്കൾ മാറുന്നത്? താങ്കളൊന്ന് കണ്ണു തുറന്ന് കാണൂ, ഈ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കൂ. താങ്കളൊന്ന് കണ്ണു തുറന്ന് നോക്കൂ, പ്രപഞ്ചത്തെ നിരീക്ഷിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ അസ്തിത്വം ബോധ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ ദൈവം ചെയ്തു വെച്ച വാഴയ്ക്കകൾ ബോധ്യപ്പെടും എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അനിൽ മുഹമ്മദിന്റെ മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന്റെ യുക്തി, അല്ലെങ്കിൽ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാവേണ്ടതിന്റെ യുക്തി, സ്വർഗ നരകത്തിന്റെ യുക്തി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു കാര്യത്തിന് സംസാരിക്കുന്നതിനിടയിലാണോ സന്തോഷ് ജോർജ് കുളങ്ങര ഈ പറയപ്പെടുന്ന ഇവർ അടർത്തിയെടുത്ത ഭാഗം പറഞ്ഞിട്ടുള്ളത്, അതിന് മറുപടി പറയാൻ പ്രോപ്പറായിട്ട് മറുപടി പറയാൻ, അത് കേൾപ്പിച്ച് മറുപടി പറയാൻ ത്രാണിയില്ലാത്തതുകൊണ്ട്, അതിനുള്ള ഒരു ഗഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനോട് ചാരി നിന്നുകൊണ്ട് ഈ സ്വർഗം നരകം എന്ന് പറഞ്ഞാൽ അത് കേവലം കളിയാക്കി കളയേണ്ട കാര്യമല്ല, അത് വളരെ സീരിയസ് ആയിട്ട് ഉണ്ടാവേണ്ടതാണ്. മരണാനന്തരം ഒരു ലോകം, ഒരു ജീവിതം, അത് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ് മനുഷ്യന്റെ യുക്തി എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ ന്യായം പറയുന്നത് ഒന്ന് കേൾക്കാം. അനിൽ മുഹമ്മദ്. ഈ പ്രകൃതിയിലെ അനീതിയും ഈ പ്രകൃതിയിലെ അസത്യങ്ങളുമൊക്കെ മറ്റൊരിടപെടലും കൂടാതെ നീതിപൂർവ്വം വിചാരണ ചെയ്ത് ശിക്ഷിക്കേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടോ ഈ കുളങ്ങര അടക്കമുള്ളവർ? ഇപ്പം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത കാണുന്നു, 25 അഴിമതിക്കാരായ നേതാക്കൾ ഭരണകക്ഷിയിൽ ചേർന്നപ്പോഴേക്കും അവരുടെ കേസുകളെല്ലാം എഴുതിത്തള്ളി, അവരെല്ലാം ആ കേസിൽ നിന്ന് മുക്തമായി. ഇതുപോലെ എത്രയോ മനുഷ്യരെ കൊന്ന ആളുകൾ നിരപരാധികളായി പുറത്തു വന്നിട്ടുണ്ടാവും. എത്രയോ നിരപരാധികൾ സ്വാഭാവികമായി മരണപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാം ഇവിടെ അങ്ങ് പൂർത്തിയായാൽ, അങ്ങനെ പൂർത്തിയായാൽ എങ്ങനെ ശരിയാവും എന്നുള്ളതാണ്. അപ്പം മരണാനന്തരം ഒരു ജീവിതം ഉണ്ടായിരിക്കേണ്ടത് ഭൂമിയിൽ ബാക്കി വെച്ച കണക്കുകൾ പരിഹരിക്കാനും തീർക്കാനും, ഇവിടെ നിഷേധിക്കപ്പെട്ട നീതി തിരിച്ചു കൊടുക്കാനും, അതേപോലെ ഇവിടെ ക്രൂരത കാണിച്ചവർക്ക് ശിക്ഷ കൊടുക്കാനും ഒക്കെയുള്ള, അതായത് അൾട്ടിമേറ്റ് ജസ്റ്റിസ് വിതരണം ചെയ്യാൻ വേണ്ടി മരിച്ചിട്ട് ഒരു ജീവിതം അനിവാര്യമാണ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഇതിലേക്ക് ഊന്നി തന്നെയാണ്
അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെ മുൻനിർത്തി മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന മതനിയമങ്ങളെ തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ ലാക്കാക്കിയത്. മരിച്ചു ചെയ്യുന്നിട്ട് അവിടെ നീതി നടപ്പിലാക്കും, അവിടെ സ്വർഗം കൊടുക്കും, അവിടെ ഹൂറിനെ കൊടുക്കും, അവിടെ നരകത്തിലിട്ട് പൊരിക്കും, കരിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ വിഡ്ഢിത്തരത്തെ അതിനെ മുൻനിർത്തി മനുഷ്യരെ മതപരമായി അടിമപ്പെടുത്തി ഭരിച്ച് അവരുടെ അവകാശങ്ങൾ ഹനിച്ച് അവരെ ഭയപ്പെടുത്തി വരുതിയിലാക്കി രാഷ്ട്രീയമായും സാമ്പത്തികമായും നേട്ടം കൊയ്യുന്ന മതപൗരോഹിത്യം, അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ, ഇതിനെയൊക്കെ ചേർത്തുകൊണ്ടാണ് ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്നിട്ട് എന്ത് വാഴക്കുണ്ടാക്കാനാണ് എന്ന് ചോദിക്കുന്നത്. അനിൽ മുഹമ്മദ് പറയുന്നു, സ്വർഗത്തിൽ എന്നിട്ട് വാഴക്ക ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. അവിടെ എന്തെങ്കിലും പഴമോ കൊലയോ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ആകെ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, നമ്മളിവിടെ ജീവിക്കുന്നതിന് തന്നെ അർത്ഥമില്ലാതായി പോകും എന്നാണ് അദ്ദേഹത്തിന്റെ വിലാപം. ഇവിടുത്തെ അഹങ്കാരിയും അധികാരവും സമ്പത്തുമുള്ളവനുമൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വലിയ ബഹുമിടുക്കന്മാരും നാളെ മറ്റൊരു ലോകത്ത് വെച്ച് ഇവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വെണ്ടയ്ക്ക ന്യായവുമായി കരുതുന്നത് എന്തർത്ഥമാണുള്ളത്? അപ്പം മറ്റൊരു ലോകത്ത് വെച്ച് വിചാരണ നടക്കണം, അവരെ ശിക്ഷിക്കണം, അതിലൊരിടപെടലും ഉണ്ടാകാൻ പാടില്ല, നീതി മാത്രമേ നടപ്പിലാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ലോകം മരണാനന്തരമില്ലെങ്കിൽ മരണം വരെയുള്ള ജീവിതത്തിന് പോലും യാതൊരു ധാർമ്മികതയും യുക്തിയും സത്യവും നീതിയും ഇല്ലെന്നുള്ളതാണ് ഒരു സത്യം. അപ്പം എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതിന് വിധി പറയുന്ന ഒരു കോടതിയും നീതി നടപ്പിലാക്കുന്ന ഒരു സംവിധാനവും ഒക്കെ വേണം, ഉണ്ടായേ പറ്റൂ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇനി നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങര എന്താണ് പറഞ്ഞതെന്നും എവിടെ നിന്നാണ് ഇവർ ഈ ഒരു പീസ് അടർത്തിയെടുത്തത് എന്നും അനിൽ മുഹമ്മദ് ഇപ്പം പറഞ്ഞ ആ ഒരു സ്വർഗത്തിൽ പഴമുണ്ടാക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ ഒക്കെ കൂടി പരിഗണിക്കുന്ന ഭാഗം ഇതെല്ലാം നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ടൊന്ന് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് ഷജീർ പുളിക്കൽ ഇതിന് വേറൊരു ന്യായം പറയുന്നുണ്ട്, അതും നമുക്കൊന്ന് കേൾക്കാം. മതത്തെ അങ്ങ് ഇത്രയേറെ ശക്തമായിട്ട് എതിർക്കാനുണ്ടാകുന്ന ഒരു കാരണം എന്താണ്? അല്ല, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അത് ശുദ്ധ മണ്ടത്തരാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെനിക്കറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാതെ. ഒരു 50-100 കൊല്ലം മുമ്പ് പോലും ജീവിച്ചിരുന്ന മനുഷ്യർ യക്ഷി, പ്രേതം, എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ യക്ഷികളുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ആ യക്ഷിയെല്ലാം പോയില്ലേ? വെളിച്ചം വന്നതോടുകൂടി വെളിച്ചത്തിൽ വന്ന ഏതെങ്കിലും യക്ഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇരുട്ടിൽ മാത്രമേ ഇത്തരം വിശ്വാസമുള്ളൂ. ഇരുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഇരുട്ടുണ്ട്, കാലഘട്ടത്തിൻ്റെ ഇരുട്ടുണ്ട്. ഇരുണ്ട കാലഘട്ടങ്ങളുണ്ട് ലോകത്തിൽ, ലോകചരിത്രത്തിൽ. ഇരുണ്ട കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് അത്രേ മൊത്തത്തിൽ വരുള്ളൂ. അവരുടെ അടുത്ത് ഒരു മരണത്തിന് കാരണം അല്ലെങ്കിൽ ഒരു വിജയത്തിന് കാരണം സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അത്ര വിവരം അവർക്കുള്ളൂ. ആ വിവരമുള്ള 1000 വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം വേറെ എന്താ ഉള്ളത്? അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇദ്ദേഹം മതവുമായി ബന്ധപ്പെട്ട് മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെ പുസ്തകങ്ങൾ മുൻനിർത്തി അതിൽ ശാസ്ത്രമുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മണ്ടത്തരം, അതിൻ്റെ അർത്ഥമില്ലായ്മ, അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം മതത്തെക്കുറിച്ച് നിരന്തരമായിട്ട് വിമർശനം നടത്തുമ്പോൾ അതിനെ എന്തിനാണ് എതിർക്കുന്നത്? ഞാൻ എതിർക്കുന്നില്ല, അത് പൊട്ടത്തരാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് പൊട്ടത്തരാണെന്ന് പറയുന്നു, ഇത്രേ ചെയ്തുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ ഈ വാദമാണ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം. ഇതിനെ തുടർന്ന് മുന്നോട്ട് സംസാരിച്ച് പോകുന്നതിനിടയിലാണ് ഇവർ അടർത്തി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പീസ് ഉള്ളത്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ചേർത്ത് വെച്ച് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നതെന്നും അതിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ പ്രശ്നങ്ങളിൽ പരിഹാരം വേണ്ടതിലേക്കൊക്കെ ഊന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതിൽ നിന്നാണ് ഇവർ ഈ സാധനം അടർത്തിയെടുത്തത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. നിങ്ങൾ ആത്മീയതയ്ക്കെതിരല്ല ഞാൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചോളൂ, ഈശ്വരനിൽ വിശ്വസിച്ചോളൂ. നിങ്ങൾ ഏത് മതത്തിൻ്റെ ദൈവമാണെങ്കിലും ആയിക്കോട്ടെ, അത് ഒരു ഏക ദൈവമോ അല്ലെങ്കിൽ എന്തും ആവട്ടെ, അന്ന് പറഞ്ഞത് തന്നെ ഇന്നും അനുഷ്ഠിക്കണമെന്നും ഞാൻ ചോദിക്കട്ടെ. സയൻസിൽ എല്ലാ കാര്യത്തിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഈ മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മതങ്ങളിലും ഏറ്റവും ഭൂമിയിൽ എന്തെങ്കിലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ അല്ലേ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അങ്ങ് ഉണ്ടാക്കി കളയുമെന്ന് പറയുന്ന പോലെ അല്ലേ? കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കുന്നവൻ ശരിയാക്കി, കേരളം ഭരിക്കുമ്പോൾ ശരിയാക്കി കാണിച്ചാൽ പോലെ. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഒന്നും കാണിക്കണ്ടല്ലോ, കേരളത്തിൽ ഇതൊക്കെ കാണിക്കാമായിരുന്നല്ലോ. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തൊരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാണ് പറ്റുന്നത്? കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവർ അടർത്തിയെടുത്ത ഈ പീസിന് മുൻപത്തെ 1 മിനിറ്റ് കേട്ടാൽ ഏത് മനുഷ്യനും, സാമാന്യമായിട്ടുള്ള മനുഷ്യനും കാര്യം മനസ്സിലാകും എന്നതുകൊണ്ടാണ് ഇവർ ആ ഭാഗം ഒന്ന് കേൾപ്പിക്കാതെ ഇതെടുത്തുകൊണ്ട് പറയുന്നത്. ഇവിടെയുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ എല്ലാ കാര്യത്തെയും മതവും പുസ്തകവും പരലോകവും വെച്ച് മാത്രം വിശദീകരിക്കുകയും ചെയ്യുന്നതിനോളം മണ്ടത്തരം വേറെ ഒരു കാര്യമില്ല. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് ഇവിടെ പരിഹാരം തരാതെ അവിടെ ചെന്നിട്ട് മരിച്ചു ചെന്നിട്ട് തരും എന്ന് പറയുന്നതിനോളം വിവരക്കേട് വേറെ ഒന്നുമില്ല. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ ബാക്കി നമുക്ക് അവിടെ നോക്കാം
എന്ന് പറയുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് ആലോചിക്കാം. നിങ്ങൾ മതത്തിന്റെ കാര്യം എടുത്ത് നോക്കിയേ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അങ്ങനെ ജീവിച്ചോളുക. നേരത്തെ അനിൽ മുഹമ്മദ് പറഞ്ഞ നീതിയുടെ പ്രശ്നം ഇവിടെയുണ്ട്. അനിൽ മുഹമ്മദിന്റെ വിചാരം ഇവിടെ എല്ലാവരും എല്ലാം ചെയ്യാൻ വിട്ടിട്ട് ഇവിടെയുള്ള പ്രശ്നം ക്രൂരത, പൈശാചികത, കത്തിക്കുത്ത്, കൊലപാതകം, അഴിമതി, പീഡനങ്ങൾ, വംശഹത്യ തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകല തിന്മകളുടെയും ഉറവിടം അള്ളാഹുവാണ്. കാരണം മനുഷ്യന് പൈശാചികതയിലാണ് ഈ തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മനുഷ്യന്റെ എന്ത് ഗുണവും, അത് നല്ലതായിക്കോട്ടെ, മനുഷ്യന്റെ എന്ത് മോശം സ്വഭാവവും മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചത് ഇവർ ഈ പറഞ്ഞതുപോലെ സൂര്യന്റെ ഭൂമിയുടെയും അകലം നിശ്ചയിച്ച, ഭൂമിയുടെ ഭ്രമണത്തിന്റെ സ്പീഡ് നിർണയിച്ച അള്ളാഹു തന്നെയല്ലേ ഈ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത്. അഴിമതി കാണിക്കുന്നവൻ, അഴിമതി കാണിക്കാനുള്ള ത്വര, ആളെ കൊല്ലുന്നവൻ, കൊല്ലാനുള്ള അവന്റെ ത്വര, അക്രമവാസന, ഇത് എവിടുന്ന് കിട്ടി? അള്ള മനുഷ്യന് കൊടുത്തു. എന്നിട്ട് മനുഷ്യന് ഇതൊന്നും, ഇത്തരം ത്വരകൾ ഉണ്ടാവും ഒക്കെ അത് കൊടുക്കുക. എന്ത്? എല്ലാം കൊടുക്കുക. ചെയ്യാനുള്ള തോന്നല്, ത്വര, അതിന്റെ ചിന്ത. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്ന ആള്, ഇപ്പം നെതന്യാഹു ഫലസ്തീനിൽ ഇത്ര ആയിരം മനുഷ്യരെ കൊല്ലണം എന്ന് അള്ള തീരുമാനിച്ചിട്ടുണ്ട് കൂട്ടരെ. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഗസയില് പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീഴുന്നത്. അല്ല എന്ന് പറയാൻ അനിൽ മുഹമ്മദിനോ ഷജീർ പുളിക്കലിനോ ധൈര്യമുണ്ടോ? അള്ള നിശ്ചയിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഈ കിരാതമായിട്ടുള്ള വംശഹത്യയിൽ എത്ര മനുഷ്യർ കൊല്ലപ്പെടണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിച്ചുറപ്പിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു അല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഭൂമിയിൽ ഇസ്ലാം മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഈ കണ്ട വൃത്തികേടുകൾ ചെയ്യാനുള്ള എല്ലാ പൈശാചികതയും മനുഷ്യനിൽ സന്നിവേശിപ്പിക്കുകയും അതിനെ ഊതി വീർപ്പിക്കാൻ, അതിനെ പ്രചോദിപ്പിക്കാൻ ഇബിലീസ് എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തിയെ സൃഷ്ടിച്ച് മനുഷ്യനെ സ്വാധീനിക്കാനുള്ള എല്ലാ അധികാരവും കഴിവും കൊടുത്ത് മനുഷ്യർക്കിടയിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്? അള്ളാഹു. അപ്പൊ ഇവിടെ നടക്കുന്ന സകല തിന്മയുടെയും ആദി കാരണം അല്ലെങ്കിൽ മൂലകാരണം എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു ഉണ്ടാക്കിയ കുഴപ്പത്തിന്, ആ കുഴപ്പത്തിനകപ്പെട്ടു പോയ, ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് പറയാണ്, ആ കുഴപ്പത്തിനകത്ത് അകപ്പെട്ടു പോയ ഒരു കഴിവില്ലാത്ത സാധുവായിട്ടുള്ള ഒരു ജീവി മനുഷ്യൻ, ആ മനുഷ്യനെ അള്ള ഉണ്ടാക്കി വെച്ച കുഴപ്പത്തിലൂടെ സഞ്ചരിച്ച് മരണപ്പെട്ട് തിരിച്ചു ചെന്നിട്ട് അള്ള വീണ്ടും കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്ത് കിതാബ് നോക്കി ശിക്ഷ വിധിച്ച് സ്വർഗവും നരകവും പഴവും കൊലയും ഹൂറിയും ഒക്കെ കൊടുക്കും എന്ന് പറയുന്നതിനോളം അബദ്ധം വേറെന്തുള്ളത്? എന്നിട്ട് ആ നീതി കാത്തിരിക്കുകയാണ് ഇവിടെ ആര്? അനിൽ മുഹമ്മദ്. അങ്ങനെ ഉണ്ടായേ പറ്റുമെന്ന്. ഈ പ്രശ്നത്തിന് നീതി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കാര്യമുള്ളൂ. മനുഷ്യരെല്ലാവരും ചെല്ലുക, അള്ളാനെ പിടിച്ച് നരകത്തിലിടുക, ബാക്കിയുള്ളവർ വിശ്വാസികളെല്ലാവരും അല്ലെങ്കിൽ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാവരും സ്വർഗത്തിലേക്കാണ് പോവുക. തിന്മ ചെയ്തവൻ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്നാണ് നിയമമെങ്കിൽ നേരെ ചെല്ലുക, അള്ളാനെ പിടിച്ച് നരകത്തിലിടുക, ബാക്കിയുള്ളവരൊക്കെ സ്വർഗത്തിൽ പോവാം. കാരണം മനുഷ്യർ ഇവിടെ കാണിച്ച മുഹമ്മദിനെ നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുകൊണ്ട് വരും. കാരണം മുഹമ്മദിനെ കൊണ്ട് ഇക്കണ്ട ക്രൂരതകൾ മുഴുവൻ കാണിച്ച് ഇത്രയും സ്ത്രീവിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിയമം മതമായിട്ട് ഇവിടെ രൂപകൽപ്പന ചെയ്ത് മനുഷ്യരെ തമ്മിൽ തല്ലാനും കൊല്ലാനും നിയോഗിച്ചത് ആരാണ്? അള്ളയാണ്. മുഹമ്മദ് ഒരു പാവാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അള്ള ഒഴികെ ബാക്കി എല്ലാത്തിനും സ്വർഗത്തിലേക്ക് ഇടുക, അള്ളാനെ പിടിച്ച് നരകത്തിലേക്ക് ഇടുക. ഇതാണ് നീതി നടപ്പിലാക്കണമെങ്കിൽ, അനിൽ മുഹമ്മദ് പറഞ്ഞ നീതി നടപ്പിലാക്കണമെങ്കിൽ അതാണ് നീതി. ഇതേ കാര്യമാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്. അത് ഉദാഹരണ സഹിതം ഒന്നുകൂടി കേട്ടോളി. നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക്, കാണിച്ചതാ. ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ. അപ്പൊ അവിടെ നിൽക്കില്ലേ ആ തോന്നിയാസങ്ങൾ? ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ചങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിൽ അധാർമിക പ്രവൃത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ? ഇത്രയും പേരെ അധാർമിക പ്രവൃത്തി ചെയ്യിക്കുകയും ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത്ര സിമ്പിളാണ് ആ വാദം. ആ വാചകം പൂർണ്ണമായിട്ട് ഇങ്ങനെയാണ് എടുക്കുക. ഇവിടെ മനുഷ്യരെ ശിക്ഷിക്കുകയും ഇവിടെ മനുഷ്യനെ പീഡിപ്പിക്കുകയും ഇവരെ മനുഷ്യരുടെ മേൽ അക്രമം നടത്താനുള്ള പ്രേരണ കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം സന്തോഷ് ജോർജ് കുളങ്ങര പറയുമ്പോൾ അള്ളാനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള, അള്ളാനെ സേഫാക്കി വെച്ചിട്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര സംസാരിച്ചത്. അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു ദൈവത്തെയോ പ്രത്യേകമായി എടുക്കാനോ നിന്ദിക്കാനോ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഈ വിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിൽ നിന്നാണ് ഇവർ ഈ വാചകം അടർത്തിയെടുത്തുകൊണ്ട് ഓടി നടക്കുന്നത്. ഇവരീ വിശ്വസിക്കുന്ന മതം, അത് ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, പാർസി ആവട്ടെ, ഈ ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാകൃത മതങ്ങൾ വരെ വിശ്വസിച്ചത് എന്തായിരുന്നുള്ള കഥ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എത്ര വിചിത്രവും, നമ്മുടെ തന്നെ ഒന്ന് ആലോചിച്ച്, ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ എന്തെല്ലാം വിചിത്രമായ വിശ്വാസങ്ങളാണ്. അതൊക്കെ നമ്മളിപ്പോൾ നമുക്ക് പരിഹാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന നാളെ വരുന്നവരും പരിഹാസമാകുന്ന കാര്യം തന്നെയാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ദൈവത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. അത് നമുക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്.
ഒരു 2 വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് 48 മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ 2 മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു. ദൈവം ആരെ ശിക്ഷിച്ചത്? ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇങ്ങനെ ഒരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ പരമകാരുണികൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകൾ മാത്രം വടിയും കുന്തം എടുത്ത് ചാടി ഇറങ്ങിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലൊക്കെ എവിടെയോ മറ്റേ ജഗതിയുടെ ഒരു ഡയലോഗ് കിടന്ന് കളിക്കുന്നുണ്ട്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അങ്ങനെ ആർക്കോ തോന്നുകയാണ്, എന്താ ചെയ്യാം. ഇവിടുത്തെ അഹങ്കാരിയും അധികാരവും സമ്പത്തുമുള്ളവനുമൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വലിയ ബഹുമിടുക്കന്മാരും നാളെ മറ്റൊരു ലോകത്ത് വെച്ച് ഇവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വെണ്ടയ്ക്ക ന്യായവുമായി കരുതുന്നത് എന്തർത്ഥമാണുള്ളത്? അപ്പം മറ്റൊരു ലോകത്ത് വെച്ച് വിചാരണ നടക്കണം, അവരെ ശിക്ഷിക്കണം, അതിലൊരിടപെടലും ഉണ്ടാകാൻ പാടില്ല, നീതി മാത്രമേ നടപ്പിലാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ലോകം മരണാനന്തരമില്ലെങ്കിൽ മരണം വരെയുള്ള ജീവിതത്തിന് പോലും യാതൊരു ധാർമ്മികതയും യുക്തിയും സത്യവും നീതിയും ഇല്ലെന്നുള്ളതാണ് ഒരു സത്യം. ഇതിനുള്ള മറുപടി കൂടെ ചേർത്താണ് നേരത്തെ നമ്മൾ ആ ഭാഗമൊക്കെ കേട്ടത്. ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം അൺസർട്ടനിറ്റിയാണ് ഈ വിശ്വാസത്തിൻ്റെ കാരണം, അല്ലേ? നാളെ എന്ത് നടക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ പോലും വിടുന്ന റോക്കറ്റിലെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് പ്രവർത്തിക്കുമെന്ന് അവർക്കൊരു ഉറപ്പില്ല. കാരണം ഒന്ന് പ്രവർത്തിച്ച് അടുത്തതിലേക്ക് കണക്ട് ചെയ്ത് ഇത് പോയി അവിടുന്ന് സർക്യൂട്ട് കറക്റ്റായി ഇങ്ങനെ പോകണം ഇത് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ എത്ര ബുദ്ധി ഉപയോഗിച്ചാലും പാളിപ്പോകാം, അല്ലേ? അപ്പോൾ അവിടെ ഇവർ പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, എന്താ? പ്രാർത്ഥിക്കുക. അതിനെതിരല്ല ഞാനും, അതാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ള പേരെ അടിച്ചേൽപ്പിക്കരുത്. ആ മണ്ടത്തരമാണ് ലോകം മുഴുവൻ വിശ്വസിക്കേണ്ടതെന്ന് പറയാതിരുന്നാൽ മാത്രം മതി. അത് ചിന്തിക്കാത്തവരും അത് വിശ്വസിക്കാത്തവരും എല്ലാം വിഡ്ഢികളാണെന്നും പൊട്ടന്മാരാണെന്നും അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്നും ചിന്തിക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ മുഴുവൻ കൺവേർട്ട് ചെയ്യേണ്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ മതി. നമ്മുടേത് മാത്രമാണ് ശരിയെന്ന് പറയാതിരുന്നാൽ മതി. മണ്ടത്തരം എല്ലാവരുടെയും ഈക്വലി മണ്ടത്തരം തന്നെയാണ്. എൻ്റേത് കൂടുതൽ മെച്ചപ്പെട്ട മണ്ടത്തരമാണോ എന്നുള്ളത് മാത്രമുള്ള ചോദ്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ കുത്തി എവിടെയോ എന്തോ ഒന്ന് കുത്തി പറയുന്ന പോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം തോന്നുന്നുണ്ടെങ്കിൽ ഈ തരം പ്രവണതകളൊക്കെ നിങ്ങളുടെ മതത്തിലുണ്ട് എന്നും അത് ശരിയല്ല എന്നും അത് നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നും തിരിച്ചറിയുകയും അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ നിന്നൊരു പീസ് അടർത്തിയെടുത്തിട്ട് സ്വർഗത്തിലെ വാഴയ്ക്കും തലയിലേറ്റി നടന്നിട്ട് എന്ത് കാര്യം? ഇത്രയും ലളിതമാണ് കാര്യം. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, മനുഷ്യൻ ആശ്വാസം വേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ സങ്കല്പിച്ചെടുക്കുന്ന കഥകളാണ് മരണാനന്തര ജീവിതം. അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, അത് കൃത്യമായി ഉപയോഗിച്ച് മനുഷ്യരെ തൻ്റെ ചുറ്റുമുള്ള ആളുകളെ സംഘടിപ്പിച്ച് തൻ്റെ ആവശ്യങ്ങൾ, രാഷ്ട്രീയവും സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടികളാണ് മതത്തിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ. ഇത് തിരിച്ചറിയാണ് വേണ്ടത്. അല്ലാതെ ഇന്നും ആ പഴയ കാലത്തെ പണ്ട് കാലത്തെ വിഴുപ്പ് ഭാണ്ഡം ഏറ്റി സാധാരണ മനുഷ്യർ ഈ പറയപ്പെടുന്ന സുഖലോലുപതയിൽ കഴിയുന്ന ഈ മതത്തിൻ്റെ ആചാര്യന്മാർക്ക് പിരിവുവിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ദൈവത്തിനോട് ആശുപത്രിയിൽ കിടക്കുന്ന ആളുടെ അസുഖം മാറാൻ പ്രാർത്ഥിക്കാൻ, ചികിത്സിക്കേണ്ട ആവശ്യമായിട്ടുള്ള പണത്തിൽ നിന്നെടുത്ത് നേർച്ചയും പ്രാർത്ഥിക്കുന്ന മൂല്യർക്ക് സംഭാവനയും പള്ളിക്ക് പിരിവും കൊടുത്ത് പ്രാർത്ഥിപ്പിച്ച് ദൈവം അസുഖം മാറ്റും എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ. ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകില്ല എന്നും ഭൂമിയിൽ അള്ളാഹു ഒരു വാഴക്കയും ചെയ്യാൻ പോകുന്നില്ല എന്നും അറിയാവുന്ന മൂല്യന്മാര് ക്യാൻസർ മാറ്റാനും ഏത് അസുഖം മാറ്റാനും പാവപ്പെട്ട മനുഷ്യന്റെ പൈസ മേടിച്ചിട്ട് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയും ചെയ്യുന്ന ചൂഷണം നടക്കുന്നുണ്ട് ഇവിടെ. ഇതിനൊക്കെ കൂടെ ചേർത്താണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഹാലിളകുന്നത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെയൊക്കെയാണ് ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവുന്നത്. താങ്കൾ വിചാരിക്കുന്ന സൃഷ്ടാവ് എന്ന് പറയുന്നത് മായാവി കഥവിലെ മായാവിയെയും അല്ലെങ്കിൽ ഡിങ്കനെയും പോലെയുള്ള ആരെങ്കിലും അക്രമം ചെയ്യുമ്പോൾ വേഗം അവിടെ ഇടപെടുന്ന ഡിങ്കനെയോ മായാവിയോ പോലെയുള്ള ഒരു കഥാപാത്രമായി കൊണ്ടാണോ താങ്കൾ ഈ പറയുന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നത്? അത്രയും നിലവാരം കുറഞ്ഞ ഒരു കാഴ്ചപ്പാടിലാണോ താങ്കൾ ഉള്ളത്? അങ്ങനെയുള്ള ഒരു സൃഷ്ടാവായിരുന്നുവെങ്കിൽ, അഥവാ ഓരോ മനുഷ്യരും അക്രമം പ്രവർത്തിക്കുമ്പോൾ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവായിരുന്നുവെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് താങ്കളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? താങ്കൾ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള ഒരു സൃഷ്ടാവായിരുന്നുവെങ്കിൽ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് താങ്കൾ ചിന്തിച്ചു? ഇവിടെ ഇപ്പൊ നേരത്തെ അനിൽ മുഹമ്മദ് പറഞ്ഞ നീതി, അതേപോലെ തന്നെ നേരത്തെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഇവിടെ എന്തുകൊണ്ട് നീതി കാണിക്കുന്നില്ല, ഇവിടെ എന്തുകൊണ്ട് ശിക്ഷയും അതല്ലെങ്കിൽ പ്രതിഫലവും കൊടുത്തുകൂടാ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഷജീറിന് ഒരു മറുപടി ഉണ്ട്. അതൊരു തമാശ മറുപടിയാണ്. ആ തമാശയും കൂടെ കേട്ടിട്ട് നമുക്കിന്ന് നിർത്താം. ഷജീർ പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അതിലെന്താ ഒരു ത്രില്ല് എന്നാണ് ചോദിക്കുന്നത്.
ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ എല്ലാത്തരം പ്രശ്നങ്ങളുടെയും ദുരന്തങ്ങളുടെയും യുദ്ധങ്ങളുടെയും കെടുതികളുടെയും പ്രകൃതി ദുരന്തത്തിൻ്റെയും മാരകമായിട്ടുള്ള അസുഖങ്ങളുടെയും എല്ലാത്തിൻ്റെയും കാരണക്കാരനാരാണ്? അള്ളാഹു. കാരണം എന്താ? അള്ള തീരുമാനിച്ചത് നടക്കുള്ളൂ, അള്ള ഉദ്ദേശിച്ചത് നടക്കുള്ളൂ. ഞാനും ഷജീറും അനിൽ മുഹമ്മദും സന്തോഷ് ജോർജ് കുളങ്കരിയും പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ ഉത്തരവാദി ആരാ? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹു. നെതന്യാഹുവിൻ്റെ ഇപ്പോഴുള്ള ചിന്തയുടെ പുറകിലാരാണ്? അള്ളാഹു. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പൊ ഇതൊക്കെ ഇല്ലാത്ത ഒരു ലോകമായിരുന്നു എങ്കിൽ ശരി തെറ്റുകൾക്കുള്ള ശിക്ഷയും പ്രതിഫലവും ഇവിടെ തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിൽ സംവിധാനിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായാനെ എന്ന സന്തോഷിന്റെ ചോദ്യത്തിന് ഇദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞാൽ അങ്ങനെയായ ഭയങ്കര പ്രശ്നമാണെന്നാണ്. എന്താണ് പ്രശ്നം അറിയോ? കേട്ടോളി. അപ്പൊ അള്ളാഹു മനുഷ്യർക്ക് കൊടുത്ത് ചോയ്സിന് വിലയില്ലാതായി പോകും എന്നാണ് ഷജീറിന്റെ വാദം. ഇത് കേട്ടോളി. കൃത്യമായി മനുഷ്യർക്ക് ഫ്രീഡം നൽകിയിരിക്കുകയാണ്. കൃത്യമായി ശരിതെറ്റുകൾ അവന്റെ മുന്നിൽ വ്യവച്ഛേദിച്ച് വച്ചിരിക്കുകയാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശരിയിലൂടെ സഞ്ചരിക്കാം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തെറ്റിലൂടെ സഞ്ചരിക്കാം, രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയും കൃത്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുകയും ചെയ്ത ആ മഹാശക്തി ഉണ്ടല്ലോ, ആ മഹാശക്തിക്കാണ് സർവ്വസ്തുതിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അതെ. അപ്പൊ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തത് വേസ്റ്റ് ആയി പോവില്ല എന്നാണ്. എന്ത്? നന്മ ഇതാണ്, തിന്മ ഇതാണ്, ഇതൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇബ്ലീസിനെയും വിട്ടിട്ടുണ്ട്, മുഹമ്മദ് നബീനെയും വിട്ടിട്ടുണ്ട്. ഇനി അനക്ക് നല്ലത് ചെയ്യണം തോന്നുന്നുണ്ടോ ചെയ്തോ, തിന്മ ചെയ്യണം തോന്നുന്നുണ്ടോ ചെയ്തോ. എന്നിട്ട് അള്ള ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് നന്മ ചെയ്തവനെ അവസാനം പിടിച്ച് സ്വർഗത്തിൽ പഴം കൊടുക്കാൻ കൊണ്ടുപോകും, ബാക്കിയുള്ളവരെ പിടിച്ച് നരകത്തിലേക്ക് ഇടും. ഇതാണിപ്പോൾ ചിന്ത. പക്ഷെ ഷജീറിനോട് ഞാൻ പറയണേ, മുഹമ്മദിന്റെ റിസാലത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കലാൽ കതിറും കൊണ്ട് വരി. മനുഷ്യൻ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ടാണോ ഒരു മനുഷ്യന്റെ ജീവിതം ഇവിടെ സെറ്റാവുന്നത്? അതോ അള്ളാഹുവിൻ്റെ മുൻനിശ്ചയം അനുസരിച്ച് അള്ള തീരുമാനിച്ചതിനനുസരിച്ചാണോ ഇവിടെ സംഭവിക്കുന്നത്? ഖദർ ഖല അത് നമുക്ക് മുഹമ്മദിന്റെ റിസാലത്ത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാവും ഒരാൾ വിശ്വാസിയാവണോ ആവണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഒരാൾ വിശ്വാസിയാവണോ, ഒരാൾ ഇസ്ലാം മത വിമർശകനാവണോ, ഒരാൾ ഇസ്ലാമിന്റെ ശത്രുവാവണോ എന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ആരാ? അള്ളാഹുവാണ്. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ പഠിച്ചോനെ എന്ന് മുഹമ്മദ് നബി തീരുമാനിച്ചപ്പോൾ ആ രണ്ടിൽ ഏത് ഉമറാണ് മുഹമ്മദിലെ ഇസ്ലാമിന്റെ ഉമറായി മാറുന്നത് എന്ന് തീരുമാനിച്ചത് ആരാണ്? ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു. അള്ളാഹു മുഹമ്മദിനോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കിടന്ന് നിലയും വിളിയും കൂടിയിട്ട് ഒരു കാര്യമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ നേർവഴിയിലാക്കും, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ വഴികേടിലാക്കും. അള്ളാഹു ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഈ ഖുർആൻ കൊണ്ട് കുറെ ആൾക്കാർ നന്നാവും, കുറെ ആൾക്കാർ കേടുവരും. ഖുർആൻ കൊണ്ട് ആളുകൾ വഴി പഴിച്ചു പോകും എന്ന് ഖുർആനിലല്ലേ ഉള്ളത്. അപ്പൊ ആരാണ്, എങ്ങനെ, എന്ത് സ്വാതന്ത്ര്യം? അപ്പൊ നമുക്ക് റിസാലത്ത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ ഖദർ ഖല എടുക്കാം എന്ന് ഷജീറിന് ഒരു എക്സ്ട്രാ ഓഫർ കൊടുക്കുകയാണ്.